ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അരിപ്പൊടിയും റവയും ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള അരിപ്പൊടിയും കുറച്ച് റവയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും, കളറിന് വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരിപ്പൊടി കുറച്ച് എള്ളും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ലോണം നല്ല പച്ചവെള്ളത്തിൽ മാവാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവാക്കി എടുക്കുകയാണ് കേട്ടോ. നല്ല ലൂസും അല്ല എന്നാൽ തിക്കും അല്ലാത്ത പാകത്തിന് നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. പഴം പൊരിക്കുമ്പോൾ അതിലേക്ക് എള്ളും കൂടി ഇട്ടാൽ നമ്മൾ പൊരിച്ച് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. എള്ള് നമ്മുടെ ശരീരത്തിന് നല്ലതുമാണല്ലോ, അതുകൊണ്ട് പഴം പൊരിക്കുമ്പോൾ എള്ളുണ്ടെങ്കിൽ ഞാൻ എള്ളിടാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഴമെല്ലാം മുറിച്ച് വയ്ക്കാം. ഞാനൊരു പഴം 4ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ചെറിയ ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കണത്, അതുകൊണ്ട് 4ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നല്ല പഴുത്ത പഴം കൊണ്ട് വേണം കേട്ടോ പഴംപൊരി ഉണ്ടാക്കാൻ. പഴുക്കാത്ത പഴം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും, കട്ട പോലെ ഇരിക്കും. പഴുത്ത പഴമാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റും ഉണ്ടാവും, മധുരവും ഉണ്ടാവും കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല പഴുത്ത പഴം വേണം. അപ്പോൾ നമ്മൾ പഴം പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കണത്. അത് നല്ലോണം ചൂടായി കഴിയുമ്പോൾ വേണം നമ്മൾ ഈ മാവിൽ പഴം മുക്കിയിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ. ഏറ്റവും എളുപ്പവും വളരെ രുചികരവുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് ആരെങ്കിലും വിരുന്നുകാർ വരാണെങ്കിലും പെട്ടെന്ന് 2 ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമല്ലോ. നമ്മൾ ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ വശം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, 2 വശവും. നമ്മൾ വെളിച്ചെണ്ണയിൽ ഈ പഴംപൊരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നാലാണ് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുക, ഉള്ളിലേക്കൊക്കെ വെളിച്ചെണ്ണ ഇറങ്ങി നന്നായിട്ട് കിട്ടുക. അരിപ്പൊടിയും റവയും ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് തയ്യാറായി കിട്ടും കേട്ടോ. അതോടുകൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴംപൊരി ആയിരിക്കും. മൈദമാവ് കൊണ്ടുണ്ടാക്കണേക്കായും വളരെ നല്ലതാണ് കേട്ടോ അരിപ്പൊടിയും റവയും ചേർത്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരി ആദ്യം ഇട്ട പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് മൊത്തം പൊരിച്ചെടുക്കാം.